ഒരാഴ്ച എമ്പുരാൻ തള്ളുകളുടെ മേളമായിരിക്കും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എമ്പുരാൻ ഇറങ്ങുമ്പോൾ കേരളം അക്ഷരാർത്ഥത്തിൽ എമ്പുരാൻ തരംഗത്തിലാണ് എന്ന് പറയേണ്ടി വരും. വിചാരിച്ച പോലെ അല്ലേട്ടോ. മന്ദബുദ്ധിയല്ല. ആടുജീവിതം എന്ന സിനിമ കഷ്ടിയെങ്കിലും രക്ഷപ്പെട്ടത് തള്ളി തന്നെയായിരുന്നു. എവിടുന്ന് വന്നടാ? സിനിമ എങ്ങനെ തള്ളി വിജയിപ്പിക്കണമെന്ന് പൃഥ്വിരാജിനോളം അറിയാവുന്ന മറ്റാരുമില്ല. ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്നല്ല പറയാറ്, അതുപോലെ സാറിനുണ്ടാവും ഒരു ദിവസം. തള്ളുന്ന കാര്യത്തിൽ ഒട്ടും മോശക്കാരനല്ല പൃഥ്വിരാജ് എന്നതുകൊണ്ട് കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് എമ്പുരാൻ പ്രൊമോഷനുമായി രംഗത്തിറങ്ങിയപ്പോൾ ഇതൊരു തള്ളാണോ എന്ന ആശങ്ക എനിക്കുമുണ്ടായിരുന്നു. കാരണം ആടുജീവിതം പൃഥ്വിരാജ് തള്ളി ലോകത്തെ ഏറ്റവും മഹത്തായ സിനിമയാക്കി മാറ്റാൻ ശ്രമിച്ചെങ്കിലും അത് സാമ്പത്തിക നഷ്ടമായിരുന്നു എന്ന് പിന്നീട് വ്യക്തമായി. ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ. എന്നാൽ എമ്പുരാൻ അങ്ങനെ ആയിരിക്കില്ല. മലയാള സിനിമയിലെ അത്യപൂർവമായ ഒരു വിജയമായിരിക്കും എന്നതിന് തെളിവ് ഇപ്പോൾ തന്നെ പുറത്തു വന്നു. എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. നിങ്ങളൊരു മണ്ടനായി പോയല്ലോ. 28 കോടി രൂപ ആ സിനിമയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് അതിനുവേണ്ടി ഇപ്പോൾ പണം മുടക്കിയിരിക്കുന്ന ഗോകുലം ഗോപാലിന് പോലും ആത്മവിശ്വാസമുണ്ടോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. താങ്കൾ ഇൻഷൂർ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. എങ്കിലും ഉടനെ ചെയ്യണം. താങ്കളുടെ തൊഴിൽ വെച്ച് നോക്കുമ്പോ കയ്യും കാലും ഇൻഷൂർ ചെയ്യുന്നതാണ് നല്ലത്. കാര്യം ഇതുപോലുള്ള തൊഴിൽ കൊണ്ടു നടക്കുന്നവരുടെ കയ്യും കാലും ആളുകൾ തല്ലി ഒടിക്കും. 100 കോടി എന്ന് പറഞ്ഞു തുടങ്ങിയ സിനിമ 150 കോടി ആയപ്പോഴേക്കും വിവാദത്തിലായിരുന്നു. നിന്നെ പറ്റിയതിൽ എനിക്ക് വിഷമമുണ്ടാ. എമ്പുരാൻ ആദ്യ ഷോ പൂർത്തിയാക്കിയിരിക്കുന്നു. ആരാധകരെ പുളകം കൊള്ളിച്ചൊരു മോഹൻലാൽ അവതാരപ്പിറവി തന്നെയാണ് എമ്പുരാൻ എന്നാണ് മനസ്സിലാവുന്നത്. ആ മോനെ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാം. കുറെ കാലം ഞാൻ ഇവിടെ ഉണ്ടാവും. എങ്കിൽ നമുക്കൊരു ഐക്യ മുന്നണിയായിട്ട് നീങ്ങിയാലോ?